ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1485 ദിവസമായ ഇന്ന് 2025 ജൂൺ മാസം 8 തീയതി ഞായറാഴ്ച. 1200 ആണ്ട് ഇടവമാസം 25 തീയതി. ഗുരുവചനങ്ങളിലൂടെ. ഒരു മതാചാര്യൻ്റെ പേരിൽ പല ആചാര്യന്മാരുടെ ഉപദേശങ്ങളടക്കി അതിനെ ഒരു മതമെന്ന പേര് വിളിക്കാമെങ്കിൽ പല പല ആചാര്യന്മാരാൽ സ്ഥാപിതങ്ങളായ എല്ലാ മതങ്ങളെയും ചേർത്ത് അതിനെ ഒരു മതമെന്നോ മാനവധർമ്മമെന്നോ എന്തുകൊണ്ട് ഒരു പൊതുപേരിട്ടുകൂടാ? അങ്ങനെ ചെയ്യുന്നത് യുക്തിഭംഗവും അസംബന്ധവുമാണെങ്കിൽ ഈ അസംബന്ധവും യുക്തിഭംഗവും ഇപ്പോൾ പ്രചാരത്തിലിരിക്കുന്ന എല്ലാ മതങ്ങൾക്കും ഏറെക്കുറെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ അനുസ്മരണം എന്ന് വിവരിക്കുന്നതിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഗുരുവിൻ്റെ 73ാമത്തെ ജന്മദിനം വന്നു. 1928 സെപ്റ്റംബറിൽ ഗുരുവിൻ്റെ ജന്മദിനം ജനീവയിലെ മനോഹരമായ നഗരത്തിൽ വെച്ച് ആദ്യമായി പശ്ചിമവേദിയിൽ അവതരിപ്പിച്ചു. വിവിധ രാഷ്ട്രങ്ങളുടെയും മതങ്ങളുടെയും പ്രതിനിധികൾ ഗുരുവിൻ്റെ ജയന്തിയിൽ പങ്കുകൊണ്ടു. ഗുരുവിൻ്റെ നാമത്തിൽ അപരിചിതർ ഒന്നിച്ചു ചേർന്ന് അവിടത്തേക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ആ മഹാഗുരുവിൻ്റെ ആഗോളവ്യാപിയായ ചിന്തയുടെ വിശ്വവശ്യതയിൽ അത്ഭുതം കൂറി അവർ അന്യോന്യം ആഹ്ലാദം പകർന്നു. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് ശാന്തനായി നിശബ്ദനായി ഗുരു 1928 സെപ്റ്റംബർ 20 തീയതി മഹാസമാധി പ്രാപിച്ചു. ഗുരു തൻ്റെ അവസാന കൃതികളിലൊന്നിൽ ഉപസംഹാരമായി എഴുതി ചേർത്തിരിക്കുന്നത് ഇപ്രകാരമാണ്: നരരൂപമെടുത്ത് ഭൂമിയിൽ പെരുമാറിയിടിന് കാമധേനു, പരമാത്ഭുത ദാനദേവത തരുവോയി അനുകമ്പയാണ്ടവൻ. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.